ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട ദുരന്തത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടോ? അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഉയർന്ന ഏറ്റവും വലിയ സംശയങ്ങളിലൊന്ന്. രണ്ട് കാരണങ്ങളാണ് അതിന് പിന്നിൽ. ഒന്ന്, കാലങ്ങളായി പാശ്ചാത്യ ലോകവും ഇറാനും തമ്മിലുള്ള കൊടിയ ശത്രുത. രണ്ട്, ഇപ്പോൾ ഇസ്രായേലുമായുള്ള പോര്. ആഴ്ചകൾക്ക് മുമ്പാണ് ഇസ്രായേലിന്റെ മണ്ണിൽ ഇറാൻ ആക്രമണം നടത്തിയത്. ഈ രണ്ട് കാരണങ്ങൾ മാത്രം മതി പെട്ടെന്ന് ചില സംശയങ്ങൾ ഉണ്ടാകാൻ. പക്ഷേ അങ്ങനെ ഒരു സംശയം ഇറാൻ ഇതുവരെയും പ്രകടിപ്പിച്ചിട്ടില്ല. അപകടത്തിന് പിന്നിലെ കാരണമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഗൂഢാലോചന സംശയിക്കുന്നില്ല. അവർ പറയുന്ന രണ്ട് കാരണങ്ങൾ ഇതാണ്. ഒന്ന്, ഇറാൻ പ്രവിശ്യയായ കിഴക്കൻ അസർബൈജാനിലെ ജോൽഫ മേഖലയിലുള്ള പ്രതികൂല കാലാവസ്ഥ. രണ്ട്, ഏറെ പഴക്കമുള്ള ഹെലികോപ്റ്റർ. ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ വിശ്വസനീയമായി തോന്നുന്നത്. മേഖലയിലെ താപനില 10 ഡിഗ്രിയിലും താഴെയാണ്. മഞ്ഞുള്ളതിനാൽ കാഴ്ചാപരിധിയും കുറഞ്ഞു. ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും യാത്ര ചെയ്ത ഹെലികോപ്റ്റർ 50 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. അതായത് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് പെഹ്ലാവി ഭരണകൂടത്തിന്റെ കാലത്തുള്ള ഹെലികോപ്റ്റർ. ബെൽ 212 എന്ന ഹെലികോപ്റ്ററിലായിരുന്നു ഇവർ സഞ്ചരിച്ചത്. 2 ബ്ലേഡ് വിമാനമാണത്. സീറ്റിംഗ് കപ്പാസിറ്റി 15ഉം. ഒരു പൈലറ്റിനും 14 യാത്രക്കാർക്കും യാത്ര ചെയ്യാനാകും. ആണവായുധത്തിന്റെ കാര്യത്തിലൊക്കെ വലിയ നേട്ടമുണ്ടാക്കിയ രാജ്യമാണെങ്കിലും ഇറാനിലെ വ്യോമയാന മേഖല വെറും പഴഞ്ചനാണ്. അതിന്റെ കാരണം ഇറാനുമേൽ കാലങ്ങളായുള്ള ഉപരോധമാണ്. റഷ്യ പോലുള്ള ചുരുക്കം രാജ്യങ്ങൾ മാത്രമാണ് ഇറാന്റെ വ്യോമയാന മേഖലയെ അല്പമെങ്കിലും സഹായിക്കുന്നത്. മറ്റൊരു കണക്ക് കൂടി പറയാം. കഴിഞ്ഞ 44 വർഷത്തിനിടെ ഇറാന്റെ വ്യോമയാന മേഖലയിൽ 116 അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ 2000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. ഇതിൽ ഇറാന്റെ പ്രതിരോധ രംഗത്തെ, അതായത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അസർബൈജാനിൽ പ്രസിഡന്റ് ഇൽഹാം അലിയേവുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത ശേഷവുമായിരുന്നു മടങ്ങിവരവ്. അസർബൈജാൻ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായി ആ ബന്ധത്തിൽ ചില കല്ലുകടികളുണ്ടായിരുന്നു. അസർബൈജാനും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധമായിരുന്നു അതിലൊന്നാമത്തെ കാരണം. രണ്ടാമത്തെ ഒരു കാരണം അസർബൈജാനും തുർക്കിയുമായുള്ള സൗഹൃദമാണ്. തുർക്കി ഇറാന്റെ ശത്രുപക്ഷത്തുള്ള രാജ്യമാണ് എന്നത് തന്നെ കാരണം. കഴിഞ്ഞ വർഷം അസർബൈജാനിൽ ഇറാന്റെ എംബസിയിൽ ആക്രമണമുണ്ടായതും 4 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതുമെല്ലാം ബന്ധം വഷളാക്കിയിരുന്നു. ഒരു സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായേക്കാമെന്ന സാഹചര്യമടക്കം ഉണ്ടായതാണ്. പക്ഷേ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ അതെല്ലാം പരിഹരിക്കുന്ന സാഹചര്യമുണ്ടായി. പുതിയൊരിടത്ത് ഇറാൻ എംബസി സ്ഥാപിക്കാൻ തീരുമാനിച്ചതുമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത അണക്കെട്ട് പോലും ഇരു രാജ്യങ്ങളും സംയുക്തമായി നിർമ്മിച്ചത്. അതിനാൽ അസർബൈജാന്റെ കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന് പിന്നിൽ സംശയത്തക്ക മറ്റ് ഗൂഢാലോചനകളൊന്നുമില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മോശം കാലാവസ്ഥയും പഴക്കമുള്ള ഹെലികോപ്റ്ററുമാണ് ഈ ദുരന്തത്തിന് പിന്നിൽ ഇപ്പോൾ പറയാനാകുന്ന പ്രധാന കാരണങ്ങൾ.